പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിസിസി. രാഹുൽ ഒഴിയുമ്പോൾ സീറ്റ് പിടിക്കാൻ പടയൊരുക്കം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനോ എ തങ്കപ്പനോ മത്സരിക്കാൻ സാധ്യത. ലൈംഗിക പീഡന കേസുകളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ നിർത്തുന്നതിന് ഡിസിസിയും മിക്ക കോൺഗ്രസ് നേതാക്കളും എതിർത്തതോടെയാണ് പുതിയ പേരുകൾ ഉരുത്തിരിഞ്ഞു വന്നത്. നേമത്തു നിന്ന് പരാജയപ്പെട്ടതോടെ പുതിയ സീറ്റ് എന്ന ആവശ്യമാണ് മുരളീധരനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിനു വേണ്ടി ഉയർത്തിയിരിക്കുന്നത്. തൃശൂരിലും പരാജയപ്പെട്ടതോടെ മുരളീധരൻ നേതൃത്വവുമായി അകന്നെന്നും വീണ്ടും സജീവമായിരിക്കുകയാണ്. ഏതു സീറ്റും സ്വീകാര്യം എന്നതാണ് മുരളീധരനും പറയുന്നത്. UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാൻ വരെ സാധ്യതയുള്ളയാളാണ് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരന്റെ പേരാണ് ഡിസിസി നിർദ്ദേശിച്ചതെങ്കിലും പരാജയം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷാഫി പറമ്പലിന്റെ പിന്തുണയോടെ രാഹുലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. പാലക്കാട്ടെ ഏറ്റവും വലിയ 18,000-ലധികം ഭൂരിപക്ഷത്തിന് അത് വിജയിക്കുകയും ചെയ്തു. ഷാഫിക്ക് സ്വീകാര്യനാകുന്ന സ്ഥാനാർത്ഥിയായാൽ മുരളീധരനെ വെട്ടിയേക്കും. അങ്ങനെ വന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന് നറുക്കുവീഴാം. എന്നാൽ ഇനിയും മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ വേണ്ടെന്ന അഭിപ്രായക്കാരാണ് ഡിസിസി പ്രസിഡന്റ് തങ്കപ്പനും MP VK ശ്രീകണ്ഠനും. തങ്കപ്പന് ഡിസിസി അധ്യക്ഷൻ എന്ന നിലയിൽ സീറ്റ് നൽകിയാൽ അത് ഷാഫിക്ക് തിരിച്ചടിയാകും. എ ഗ്രൂപ്പിന്റെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമോ എന്നതും വ്യക്തമല്ല. അങ്ങനെ വന്നാൽ പാലക്കാട്ടെ യുവനിരയിലെ ബോബൻ മാട്ടുമന്ത, അജാസ് കുഴൽമന്നം, പ്രൊഫസർ KA തുളസി എന്നിവർക്കും നറുക്കുവീണേക്കാം. ഏതായാലും നിയമസഭയായതിനാൽ അന്തിമ തീരുമാനം AICCയുടേതാകുമെന്നാണ് ഉറപ്പ്. UTV ന്യൂസ്, പാലക്കാട്.